സുന്ദരമായ ഗ്രാമം. മനോഹരമായ ഒരു കുന്നിൻ മുകളിൽ ദൈവമാതാവിന്റെ നാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന ദേവാലയമാണ് പുത്തൻപീടിക സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി. AD 52 മാർത്തോമാ ശ്ലീഹ കേരള തീരത്തെത്തി ക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെ എത്തിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിച്ചു. തലമുറകളോളം വേരോടിയ ഒരു വിശ്വാസത്തിന്റെ പുണ്യമായ തുടക്കം. ആ വിതയ്ക്കപ്പെട്ട വിശ്വാസത്തിന്റെ വിത്തുകൾ മധ്യ തിരുവിതാംകൂറിന്റെ മണ്ണിൽ വേരുപിടിച്ച കാലം. ആദിമകാലത്ത് കടമ്പനാടും പിന്നീട് ഓമല്ലൂരും കേന്ദ്രീകരിച്ച് ആരാധന നടത്തിയിരുന്ന പുത്തൻപീടികയിലെ ജനങ്ങൾ കൊല്ലവർഷം 1085 വൃശ്ചികം 7 പുത്തൻപീടികക്കാരായ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസ തീക്ഷ്ണതയിൽ നിന്ന് ആ ചെറിയ കുന്നിൻ മുകളിൽ ഒരു താൽക്കാലിക ദേവാലയം ഉയർന്നു. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഓലമേഞ്ഞ ദേവാലയത്തിൽ നിന്നും മനോഹരമായ കൽക്കെട്ടുകളിലേക്ക് പള്ളി വളർന്നു. 1920 വിശുദ്ധനായ വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്തയുടെ കൈകളാൽ ഈ ദേവാലയം കൂദാശ ചെയ്യപ്പെടുകയും തുടർന്ന് 1926 ഓടിട്ട മേൽക്കൂരയോടെ ദേവാലയം പരിഷ്കരിക്കപ്പെട്ടു. പിന്നീട് 1976 ആർച്ച് ശൈലിയിലുള്ള കൂടുതൽ വിശാലമായ പുതിയ ദേവാലയം കൂദാശ ചെയ്തു. 1975 തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ദാനിയേൽ മാർ പീലക്സീനോസ് തിരുമേനി മാതൃകാ ഇടവക എന്ന ബഹുമതി നൽകി ആദരിച്ചു. തുടർന്ന് 2004 ഫെബ്രുവരി 6-7 തീയതികളിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ ഈ ദേവാലയത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി എന്ന നാമകരണം ചെയ്ത് കൂദാശ നിർവഹിച്ചു. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഈ പുണ്യസ്ഥലത്തെ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തെക്കിന്റെ മണർകാടെന്ന് വിശേഷിപ്പിച്ചത് ഈ ദേവാലയത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഈ ദേവാലയം തുമ്പമൺ ഭദ്രാസനത്തിലെ പ്രധാനപ്പെട്ട ദേവാലയമായി പരിലസിക്കുന്നു. അഭിവന്യ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി, വന്യ ദാനിയേൽ മാർ പീലക്സീനോസ്, വന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ്, കുര്യാക്കോസ് മാർ ക്ലീമീസ് എന്നിവരാലും നിലവിൽ എബ്രാഹാം മാർ സെറാഫീം തിരുമനസ്സാലും മേയിച്ചു ഭരിക്കപ്പെട്ടു വരുന്നു. 1949 ഇടവകാംഗം തൈക്കൂട്ടത്തിൽ വന്യനായ സി കോശിക്കത്തനാരുടെ ശുശ്രൂഷ കാലത്താണ് ഈ ദേവാലയത്തിൽ ആദ്യമായി 8 നോമ്പാചരണവും വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും ആരംഭിച്ചത്. വളരെ ലളിതമായി ആരംഭിച്ച ഈ പെരുന്നാൾ ഇന്ന് മലങ്കര സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിസാന്ദ്രവുമായ ഒരു അനുഷ്ഠാനമായി വളർന്നു. തെക്കൻ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ഈ 8 നോമ്പ് പെരുന്നാൾ ഇന്ന് ജാതിമത ഭേദമന്യേ ഏവരും ഏറ്റെടുക്കുന്ന വലിയൊരു ഉത്സവമായി മാറിയിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ട് ഈ വർഷം 78ാമത് 8 നോമ്പാചരണത്തിലേക്ക് ഇടവക പ്രവേശിക്കുകയാണ്. ഈ പെരുന്നാളിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച വിശ്വാസത്തിന്റെ ചങ്ങലക്കണ്ണികളായി കൈകോർത്തു നിൽക്കുന്ന നാനാജാതി മതസ്ഥരായ ജനസമൂഹമാണ്. പരിശുദ്ധ ദൈവമാതാവിനെ ഒരു അമ്മയായി കണ്ട് തങ്ങളുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളുമായി ഇവിടെയെത്തുന്ന എല്ലാവർക്കും അഭയമരുളുന്നു. പുത്തൻപീടികയിലെ ഈ ചെറു കുന്നിൻ മുകളിൽ പ്രകാശിക്കുന്ന കിടാവിളക്കായ പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ നിന്ന് ലഭിക്കുന്ന അളവുറ്റ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സ്വായത്തമാക്കുവാൻ പുത്തൻപീടിക വലിയ പള്ളിയിലേക്ക് 78ാമത് 8 നോമ്പ് പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് വിശ്വാസികളേവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പാച്ചോറിന്റെ മധുരവും പരിശുദ്ധ അമ്മയുടെ തണലും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സ്നേഹത്തോടെ സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനം പുത്തൻപീടിക.